ഇന്ന് വായന ദിനമാണ്. വായനയെ പ്രോത്സാഹിപ്പിക്കാനും വായനയുടെ ഗുണങ്ങളെപ്പറ്റി പറയാനും വായന സ്വന്തം ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ മാറ്റത്തിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാൻ നമ്മുടെ കൂടെയുള്ളത് AD ആൻഡോ മാസ്റ്ററാണ്. മാഷ് നമ്മളിരിക്കുന്ന ഈ മറ്റം കുന്നിൻ്റെ പുറകിൽ സെൻറ്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാള അധ്യാപകനാണ്. ഒപ്പം കേരളത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകം തയ്യാറാക്കുന്ന ആ ഒരു കമ്മിറ്റിയിലുണ്ടായിരുന്നു. അതിനേക്കാളൊക്കെ ഉപരി തട്ടകത്തിൻ്റെ കോവിലൻ്റെ സന്തത സഹചാരി, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അക്ഷരങ്ങളാക്കിയ ഒരു അധ്യാപകൻ, ഒപ്പം ഇപ്പം കോവിലിൻ്റെ ട്രസ്റ്റിൻ്റെ പ്രധാന നടത്തിപ്പുകാരനൊക്കെയാണ്. അപ്പോൾ മാഷ് നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്കിത് ഭയങ്കര ഒരു അനുഭവമാണ്. മാഷായിട്ട് ഓരോ പ്രാവശ്യം സംസാരിക്കുമ്പോഴും അത്രമാത്രം അറിവും ആ ഒരു വായന നൽകുന്ന ആ ഒരു സ്വാതന്ത്ര്യമൊക്കെ മാഷായിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ ഈ ദിവസത്തിൻ്റെ ആശംസകളും നേരുന്നു. നമസ്കാരം മാഷേ. ചെറിയൊരു തിരുത്ത് ഉള്ളത്, കോവിലിൻ്റെ സന്തത സഹചാരി അത്രയൊക്കെ കനുള്ള വാക്കാത്. എന്നുവെച്ചാൽ സന്തത സഹചാരികളായിട്ടുള്ള കുറേ അധികം ആൾക്കാരുണ്ട്. ഞങ്ങൾ അവസാന കാലത്ത് കോവിലിനെ കാണി സംസാരിക്കുകയും കോവിലിൻ്റെ ശിഷ്യത്വവും കോവിലിൻ്റെ വർത്തമാനങ്ങൾ വരെ നമ്മളിൽ വലിയൊരു പരിവർത്തനമൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കോവിലൻ ട്രസ്റ്റിൻ്റെ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞ 16 വർഷം അവസരം കിട്ടി. അതിലും ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് കണക്കാക്കണം. അപ്പൊ നമുക്ക് വായനയെ പറ്റി പറഞ്ഞു തുടങ്ങാം, കോവിലിൽ നിന്ന് തുടങ്ങാം. അല്ല മാഷ്, പലപ്പോഴും മാഷ് കോവിലൻ പറയുമ്പോ എഴുതിയെടുക്കുക എന്നൊക്കെ ഉള്ള ഒരു ഉണ്ട്. അത് അവസാന കാലത്ത് കോവിലൻ തട്ടകം എഴുതി കഴിഞ്ഞ ശേഷം തട്ടകത്തിന്റെ 2ാം ഭാഗം വീണ്ടും തുടങ്ങണം, അതിന് എഴുതാൻ വയ്യ, അപ്പൊ ആരെയാണ് എഴുതാനായിട്ട് കിട്ടുക എന്നുള്ളൊരു അന്വേഷണം. അപ്പൊ അതിൽ എൻ്റെ ഒരു സുഹൃത്ത് അങ്ങനെ പറഞ്ഞ് ഞാൻ കോവിലിനെ പോയി കണ്ടിരുന്നു. അന്ന് കോവിലിന് സന്തോഷം പറഞ്ഞു, അങ്ങനെ എന്നോട് വരാൻ പറഞ്ഞു. എന്നിട്ട് ശ്രമിച്ചു 1-2 ദിവസങ്ങൾ. അതൊരു വലിയ അനുഭവമാണ്. കോവിലൻ ചാരുകസാരയിൽ ഇരുന്നും എഴുന്നേറ്റ് നിന്നും ആ കഥ ഇങ്ങനെ പറയുന്നു, നമ്മൾ എഴുതിയെടുക്കുന്നു. എഴുതിയെടുക്കാനായിട്ടുള്ള കടലാസിലെ വരയിട്ടുള്ള കടലാസ് അടിയിലുണ്ടാവും, അതിന്റെ മുകളിലൊരു ഷീറ്റ് വെച്ചിട്ട് നമ്മൾ എഴുതും. 1-2 ദിവസം എഴുതിയിട്ടുള്ളൂ. പിന്നെ കോവിലൻ പറഞ്ഞു, ഇനി ഞാൻ പറയാം, അപ്പൊ വരൂ എന്ന് പറഞ്ഞു. അതിന് എഴുത്തെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇങ്ങനെ അല്ലെങ്കിൽ വക്കീൽ ഗുമസ്തന്മാര് പറയണ പോലെ എഴുതാൻ പറ്റുന്നില്ല. പിന്നെ എന്നോട് വിളിച്ചിട്ടുമില്ല, അതിന്റെ എഴുത്ത് നടന്നിട്ടുമില്ല. അത് എന്താ എഴുത്ത് നിന്ന് പോയിട്ടുണ്ടാവണം. പിന്നെ ഞാൻ അധ്യാപനത്തിലേക്ക് വന്നു, നമ്മുടെ തിരക്കുകൾ മൂലവും. ശേഷം കോവിൽ എഴുതിയിട്ടുണ്ട്, ഞാനായിട്ട് എഴുത്തുകാരനായിട്ട് വിളിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ അതിനുശേഷം പലപ്പോഴും കോവിലിനെ കാണി സംസാരിക്കുകയും ഞങ്ങൾ ഹയർ സെക്കൻഡറി അധ്യാപകർ ഒരു ഗുരുദക്ഷിണ അവാർഡ് കൊടുക്കുകയും അപ്പൊ അതിനായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് കോവിലിനെ കാണും, സംസാരിക്കും. അപ്പൊ കോവിലിന്റെ പ്രകൃതവും ദേഷ്യവും, പിന്നെ കോവിലൻ കിടന്നിരുന്ന മുറിയിൽ 2-3 കൊല്ലക്കാലം കിടന്നുറങ്ങാനും അവസരം കിട്ടി. ആ വീട്ടില് ഞങ്ങളുടെ വീട് പണിയുടെ ഭാഗമായിട്ട് എനിക്കൊരു മറ്റൊരു വീട്ടിൽ താമസിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ അജിതേട്ടൻ ആ വീട്ടിൽ താമസിച്ചോളാൻ പറഞ്ഞു. അതൊരു ഭാഗ്യമാണ്. അപ്പൊ നമുക്ക് വായനയിലേക്ക് വരാം. ഈ വായനയെ പറ്റി പറയുമ്പോൾ ഞാൻ ഓർക്കാറുള്ളത്, ഈ പുസ്തകം നമ്മൾ പലയിടത്തും കേട്ടറിഞ്ഞിട്ടുള്ളത് തന്നെ ഒരു തരത്തിൽ ആലോചിച്ചാൽ വളരെ ദുർബലമായൊരു വസ്തുവാണ്. കാരണം വെയിലത്തിട്ടാൽ അതിങ്ങനെ പൊടിഞ്ഞു പോകും, വെള്ളത്തിൽ വീണാൽ അലിഞ്ഞും ഇല്ലാതെയാവും, ഒരു തീപ്പൊരി മതി കത്തിച്ചാമ്പലാവാൻ. അല്ലെങ്കിൽ ഈ വക വളരെ ചെറിയ വാലാത്തം പോലെയുള്ള സൂക്ഷ്മജീവികൾ വരെ അത് കുത്തിക്കളയും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ലോകത്തിൽ വളരെ ദുർബലമായൊരു സാധനമാണ് കടലാസ് പുസ്തകം. പക്ഷെ അതിൽ അക്ഷരങ്ങൾ വന്നു ചേർന്നാൽ അത് ലോകത്തിലുണ്ടാക്കുന്ന പരിവർത്തനം, മാറ്റം, ഇന്നിപ്പോൾ ഈ കാണായ ലോകത്തെ മുഴുവൻ മാറ്റി തീർത്തത് ആ പുസ്തകങ്ങളാണ്. അതിലൂടെ നമ്മൾ വായിക്കുമ്പോൾ പലതരത്തിലും വായിക്കാം. വൈജ്ഞാനിക ലോകത്തിലേക്ക് പോവാം, വൈകാരിക സാഹിത്യ സൗന്ദര്യ തലത്തിലേക്ക് പോവാം. അത് നമുക്ക് കുറഞ്ഞ നേരം കൊണ്ട് പറഞ്ഞു തീർക്കാനാവുന്നതല്ല, എങ്കിലും നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് സ്കൂളിലൊക്കെ പറയുമ്പോൾ നമ്മൾ മൈക്കിൾ ഫാരഡയെ പറ്റി പറയും. അദ്ദേഹത്തിൻ്റെ 10-13 വയസ്സിൽ മാതാപിതാക്കളൊക്കെ നഷ്ടപ്പെട്ടിട്ട് വിദ്യാഭ്യാസം നിർത്തിവെക്കേണ്ടി വന്ന ആളാണ്. സ്കൂളിൽ പോയിട്ടില്ല. പിന്നെ ജോലി കിട്ടിയത് ഒരു പ്രസ്സിലായിരുന്നു. അപ്പോൾ അവിടെ പുസ്തകം അച്ച് നിരത്തുക, ബൈൻഡ് ചെയ്യുക, പ്രിന്റ് ചെയ്യുക. അപ്പോൾ അവിടെ വരുന്ന പല പുസ്തകങ്ങളും വായിക്കാൻ നോക്കും ആ കുട്ടി. അങ്ങനെയുള്ള വായനയിലൂടെ അവിടെ വന്നിരുന്ന ഹംഫ്രി ഡേവിയുടെ, അദ്ദേഹം ഒരു വലിയ സയൻറ്റിസ്റ്റാണ്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുകയും അയാളുമായിട്ട് ചർച്ച ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ കുട്ടിയിൽ ഒരു കനൽ കണ്ടെത്തി. ഹംഫ്രി ഡേവി കൂടെ കൂട്ടി തൻ്റെ ലാബിലെ പരീക്ഷണങ്ങളിൽ കൂട്ടി
അങ്ങനെ അദ്ദേഹം വായന സമാന്തരമായ വായന, സ്കൂളിലെ ക്ലാസ് മുറിയിലെ അധ്യാപകന്റെ കീഴിൽ ഇരുന്നിട്ട് നിർബന്ധിച്ച് വായിപ്പിച്ചതല്ല, അങ്ങനെയുള്ള വായനയിലൂടെ അദ്ദേഹം കണ്ടെത്തലിന്റെ ഏറ്റവും വലിയ ഫലമാണ് കറണ്ട്. വൈദ്യുതി ഇല്ലാത്തൊരു ലോകത്തെ പറ്റി ആലോചിച്ച് നോക്കി, എന്തൊക്കെ നിശ്ചലായി പോവും. നമ്മൾ ഇന്ന് കാണുന്ന ഈ പുരോഗതിയൊക്കെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന സാധനമാണ് വൈദ്യുതി. അപ്പോൾ മൈക്കൽ ഫാരഡേയുടെ ആത്മാവ് ഞാൻ ആലോചിക്കും, സ്വർഗത്തിൽ നിന്നിട്ട് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ രാത്രിയിലെ ഏത് കാടിന്റെ ഉള്ളിലും വെളിച്ചം, പിന്നെ ആശുപത്രികൾ പ്രവർത്തിക്കുന്നു, എല്ലാം. അപ്പോൾ നമ്മുടെ മസ്തിഷ്കം, നമ്മുടെ നമുക്ക് കിട്ടിയ ഇപ്പൊ 4 കാലിൽ നടന്നിരുന്ന മനുഷ്യൻ 2 കാലിൽ നടക്കുന്നു. അപ്പൊ ഉണ്ടാവുന്ന വലിയ മാറ്റങ്ങൾ, ഒന്ന് മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ടല്, ഭൂമിക്ക് സമാന്തരമായ നട്ടല് ഭൂമിക്ക് ലംബാവും, നേരെ നിൽക്കും, കൈകൾ ഫ്രീ ആവും. 3ാമത്തെ പ്രധാനപ്പെട്ട കാര്യം ശിരസ്. ആദ്യം നമ്മുടെ നട്ടല് ഇങ്ങനെ ആവുമ്പോ നമ്മുടെ ചന്തിയും ചിന്തയുടെ ആസ്ഥാനമായിട്ടുള്ള തലയും ഒരേ ലെവലില്ല. ഇത് നേരെ നിൽക്കുമ്പോ ഈ ചിന്തയുടെ തലച്ചോറ് മുകളിലെത്തി, അതിൽ ന്യൂറോൺ ജാലിക വികസിക്കും. അങ്ങനെ മനുഷ്യന്റെ ഒരു ആ പരിണാമഘട്ടത്തിൽ അവൻ കണ്ടെത്തിയ ഏറ്റവും വലിയ കണ്ടെത്തലാണ് ഭാഷയുടെ കണ്ടെത്തൽ. ശബ്ദം, അതിലൂടെ ആശയം, പിന്നീട് അത് എഴുതാൻ ആവശ്യമായ ലിപി, അങ്ങനെ പുസ്തകം. ആ പുസ്തകത്തിലൂടെ പടിപടിയായിട്ട് മനുഷ്യരാശി തന്നെ കാണായ വിധത്തിലേക്ക് മാറുകയാണ്. അങ്ങനെ മനുഷ്യരാശിയുടെ ചിന്തയുടെ ഫലം നമ്മളൊരാളിലേക്ക് എത്തിച്ചേരാൻ പുസ്തകമാണ് അതിലേക്ക് പോകാനുള്ള വഴി. നമുക്ക് അവരുടെ ആ ചിന്തകള്, അറിവുകള്, അനുഭവങ്ങള്, അനുഭൂതികള്, നമ്മൾ വൈകാരിക വായനയിലേക്ക് കടക്കുമ്പോഴും ഇക്കാണായ മനുഷ്യ പ്രപഞ്ചത്തിന്റെ ആ വികാര ലോകത്തിലേക്ക് നമുക്കൊരു എൻട്രി കിട്ടുകയാണ്. ഒരു പുസ്തകം കിട്ടും. സോമൻ കടലൂരിന്റെ പുള്ളിയാൻ വായിക്കുമ്പോൾ കടൽ ജീവിതം, കടലിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോവാണ് മനുഷ്യര്. അപ്പൊ നമ്മൾ അറിയും, നമ്മളിപ്പോ ഇവിടെ നിന്ന് കരയിൽ നോക്കുമ്പോൾ തിരമാല 2-3 തരത്തിലുള്ള തിരമാലയാണ്. പക്ഷെ പുള്ളിയാൻ വായിക്കുമ്പോൾ 10-25 തരം തിരമാലകൾ പേരിട്ട് വിളിക്കുന്ന കൊമ്പൻ, പിരിക്കൊമ്പൻ, തിരിക്കൊമ്പൻ എന്നൊക്കെ ഓരോ തരത്തിലാണ് ഈ തിരമാലകൾക്ക് പേരിട്ടിരിക്കുന്നത്. ആമ്പൽ തിര, അത് അവിടുത്തെ ഇപ്പോൾ തകഴി ശിവശങ്കരപ്പിള്ള ചെമ്മീൻ എഴുതുന്നത് കടപ്പുറത്ത് ഇടയ്ക്ക് പോയി അവരുടെ മനുഷ്യരുടെ ജീവിതം മനസ്സിലാക്കി ചെയ്തിട്ട് എഴുതണതാണ്. കടലിൻ്റെ ഉള്ളിലേക്ക് യാത്ര ചെയ്ത് ആഴ്ചകൾ അവിടെ താമസിച്ച് മീൻ പിടിച്ച് ഉള്ള അനുഭവത്തിൽ നിന്നല്ല തകഴി. പക്ഷെ സോമൻ കടലൂർ അങ്ങനെയുള്ളവരുടെ പുസ്തകം വായിക്കുമ്പോൾ ആ അനുഭവത്തിൽ നിന്ന് കൂടിയാണ് എഴുതുന്നത്. അങ്ങനെ എത്രയോ മേഖലയിലുള്ള മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളുടെ ഭാഗമാവുക നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഭാഗമാവുമ്പോൾ നമ്മൾ പരിവർത്തിപ്പിക്കപ്പെടും, ഒപ്പം തന്നെ നമ്മൾ അനുദിനം നവീകരിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചിന്തയിൽ നമ്മൾ വളരെ വിശുദ്ധമെന്ന് കരുതുന്ന പല കാര്യങ്ങളും നമുക്ക് തിരുത്തി വായിക്കേണ്ടി വരും. ഇപ്പം ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ വായിക്കുന്നവരെയാണ് പശു പാൽ തരുന്നു. അപ്പം നമ്മളിങ്ങനെ ഇപ്പം നേരത്തെ പറഞ്ഞ കോവിലൻ ഒരിക്കൽ പ്രസംഗത്തിൽ പറഞ്ഞു, പശു പാൽ തരുന്നു, അത് കുടിക്കാതിരുന്നാൽ എൻ്റെ അമ്മ കരയും എന്നൊക്കെയുള്ള പാഠപുസ്തകത്തിലെ വരി വായിച്ചിട്ട് ഞാൻ അന്തം വിട്ടിട്ടുണ്ട്. എൻ്റെ അമ്മ കരയേ, എനിക്ക് ആഹാരം തരാൻ ബുദ്ധിമുട്ടാണ് അമ്മ, പിന്നെ പാല് കുടിക്കാത്ത കുട്ടികൾ ഈ ലോകത്തിലുണ്ടോ, അതിനെ ചൊല്ലി കരയുന്ന അമ്മമാരുണ്ടോ? പിന്നീട് ഞാൻ മനസ്സിലാക്കി അങ്ങനെയും ഒരു വിഭാഗമുണ്ട്. അത് വളരെ കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ. അതല്ലാതെ നിത്യ ആഹാരം കിട്ടാതെ വിശന്നു പൊരിയുന്ന മനുഷ്യരാണ് കൂടുതൽ. അപ്പോൾ ഈ പാഠപുസ്തകങ്ങൾ ആരുടെ വേദനയാണ് പങ്കുവെക്കുന്നത്? അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പശു പാൽ തരുന്നു എന്നുള്ളൊരു വരി തന്നെ നമ്മൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ, തരുന്നു എന്ന് പറയുന്ന ക്രിയ അത് പൂർണ്ണമായി ശരിയാണോ? പശു പാൽ തരുന്നുണ്ടോ? സത്യത്തിൽ പശു കിടാവിനാണ് പാൽ കൊടുക്കുന്നത് പശുക്കുട്ടിക്ക്. അതിൻ്റെ ഇടയിൽ നമ്മളത് കവർന്നെടുക്കുക ചെയ്യണത്. അപ്പം തരുന്നു എന്നുള്ള ക്രിയ അല്ല അവിടെ വെക്കേണ്ടത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റിനെ നമ്മളൊന്ന് വെള്ളം പൂശാൻ വേണ്ടിയിട്ട് മധുരമായിട്ട് തരുന്നു എന്ന് പറയാം. ഈ ഒരു പുനർവായന നമ്മെ ലോകത്തിലുള്ള ഏത് വിഭവം എടുക്കുമ്പോഴും നമ്മളെ ഒന്നും കൂടി ചിന്തിപ്പിക്കും. ഇത് നമ്മൾ കവർന്നെടുക്കുകയാണ്. ഇതിൻ്റെ അവകാശികൾ നമ്മൾ മാത്രമല്ല, മറ്റു പലരും. പാലിന് പശുവിൻ്റെ കിടാവ് ഉള്ളതുപോലെ തന്നെ ഈ ലോകത്തിലെ ഓരോ വിഭവത്തിനും
വേറെ അവകാശികളുണ്ട്, അർഹതപ്പെട്ടവരുണ്ട്. മനുഷ്യരിൽ തന്നെ വേറെയും എത്രയോ പേരുണ്ട്. നമുക്ക് എടുക്കേണ്ടി വരുമ്പോഴും നമ്മളൊരു അളവ് ഇട്ട് എടുക്കരുത്, ഒരളവിലേ എടുക്കാവൂ. ഇത്തരത്തിലുള്ള ഒരു പാരിസ്ഥിതിക ചിന്തയോട് കൂടിയിട്ട് നമ്മൾ മറ്റെല്ലാം വായിക്കണമെങ്കിൽ ഇത് നിരന്തരമായി ഒരൊറ്റ വരി മാത്രം വായിച്ചുകൊണ്ടായില്ല, നിരന്തരമായ മറ്റു വായനകൾ നിരന്തരം വായിക്കുമ്പോഴാണ് നമ്മുടെ പാരിസ്ഥിതിക ബോധത്തിൽ, പാരിസ്ഥിതിക വിവേകത്തിലൊക്കെ വികാസം ഉണ്ടാവുക. അതിനനുസരിച്ച് നമ്മൾ വായനയെ തന്നെ, പാഠങ്ങളെ തന്നെ വീണ്ടും പുതിയ പാഠങ്ങൾ ഉണ്ടാക്കും. അത് വായനക്കാരനിലൂടെ കൃതി വീണ്ടും ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഈ പുതിയ പാഠങ്ങൾ ഉണ്ടാക്കുന്നത്. വായിക്കുന്ന ഓരോരുത്തരും അനുസരിച്ചിട്ട് ക്ലാസ്സിൽ തന്നെ നമ്മൾ കുട്ടികളോട് പറയും, നമ്മുടെ വ്യാകരണ ബോധത്തിൽ നമ്മൾ വീണ്ടും പുനഃപരിശോധന പലതും വേണം. പലതും പുരുഷ മേധാവിത്വത്തിലാണ് പല വാക്യങ്ങളും കിടക്കണത്. ഇപ്പൊ എന്നെ ടൗണിൽ വെച്ച് കണ്ടിട്ടൊരു കുട്ടി വേറൊരു കൂട്ടുകാരനെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, എന്നെ കല്യാണം കഴിക്കാൻ പോണ ചേട്ടനാന്ന് പറഞ്ഞു. ഞാനൊക്കെ സന്തോഷം പറഞ്ഞു. ഞാൻ ആലോചിച്ചു, എന്നെ കല്യാണം കഴിക്കാൻ പോണ ചേട്ടൻ എന്ന് പറയുമ്പോൾ ആ വാക്യത്തിൽ കർത്താവിന്റെ സ്ഥാനത്ത് കിടക്കുന്നത് ചേട്ടനാ. കല്യാണം കഴിക്കുന്നത് ഒരു ക്രിയയാണെങ്കിൽ എന്നെ എന്ന് പറയുമ്പോൾ ഞാൻ കർമ്മത്തിന്റെ സ്ഥാനത്താണ്, ഒരു വസ്തുവാണ്. അത് രണ്ട് അമ്മമാര് വർത്തമാനം പറയുമ്പോൾ മോളെ എങ്ങോട്ടാ കൊടുത്തേക്കണേ, കൊടുക്കുക. അപ്പൊ അത് നമ്മളിപ്പോ ശാകുന്തളം വായിച്ചിട്ട് കന്യ എന്നത് പരസ്വമാണതിങ്ങിന്നു വേട്ടവന് വിട്ടയക്കയാൽ ഏറ്റ വസ്തു തിരികെ കൊടുത്ത പോലെ ഏറ്റവും തെളിമ പൂണ്ടി തന്മനം എന്നിങ്ങനെ കണ്ണു മഹർഷി പറയുന്നുണ്ട്. കന്യക എന്ന് പറഞ്ഞത് അന്യന്റെ ഒരു വസ്തുവാണ്, അതിന്റെ ഉടമസ്ഥന് കൊടുത്തപ്പോ എനിക്ക് സമാധാനായി എന്ന് അദ്ദേഹം പറയണു. ഇന്നിപ്പോ നമ്മളിത് ക്ലാസ് മുറിയിൽ പഠിപ്പിക്കുമ്പോൾ ഇതൊരു വേദവാക്യം പോലെ പഠിപ്പിക്കരുത്. കാരണം അത് ആ കാലഘട്ടത്തിൽ കാളിദാസൻ അതൊരു പുരുഷ മേധാവിത്വ സങ്കല്പമാണത്. ആ സമയം ഇന്നത്തെ നമ്മുടെ സ്ത്രീ വിമോചന സങ്കല്പങ്ങളും ആശയങ്ങളും വെച്ച് വായിക്കുമ്പോൾ കാരണം നമ്മൾ ഒരുപാട് ഇങ്ങോട്ട് പോന്നു. അപ്പൊ ഞാൻ അതാ പറഞ്ഞത്, നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരേ പാഠത്തെ തന്നെ, ഒരേ പുസ്തകത്തെ തന്നെ നമ്മൾ പുതിയ കാലത്തിനനുസരിച്ച് വായിക്കണം, വ്യാഖ്യാനിക്കണം, കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചിന്ത വരുമ്പോ ഈ കുട്ടിയോട് നമുക്ക് തിരുത്തണം, ഞങ്ങളുടെ കല്യാണമാണ്, ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുക. അപ്പോൾ ഞങ്ങൾ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ സ്ഥാനത്ത് രണ്ടുപേരും ചെയ്യുന്ന ക്രിയയെ. അപ്പൊ ഈ കെട്ടിക്കുക, കെട്ടിച്ചയക്കുക എന്ന് പറയണ നിർദോഷകരമെന്ന് നമുക്ക് തോന്നുന്നതിൽ പോലും, അപ്പൊ അതങ്ങനെ നേരത്തെ പരിസ്ഥിതി പറഞ്ഞു, ഇപ്പൊ നമ്മൾ സ്ത്രീ പറഞ്ഞു. ഇപ്പൊ വർണ്ണത്തെ സംബന്ധിച്ചായാലും നമ്മളൊരു പഴഞ്ചൊല്ല് പറയുമ്പോൾ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു നിറം മാറ്റാൻ പറ്റില്ല എന്ന് പറയണതിൻ്റെ ഒപ്പം തന്നെ കൊക്കിന്റെ വർണ്ണമാണ് ഏറ്റവും ശ്രേഷ്ഠം, കാക്കയുടെ വർണ്ണം താഴ്ന്നതാണ് എന്ന ഇത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഈ ലോകത്തിലെ കറുത്ത വംശജർക്ക് ഉണ്ടാക്കുന്നൊരു സങ്കടം, ആത്മവിശ്വാസമില്ലായ്മ എത്ര വലുതാണ് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ലോകത്ത് യുറേനിയം ഉണ്ടാക്കിയ ദുരിതത്തെക്കാൾ വലിയ ദുരിതം ഉണ്ടാക്കിയത് മെലാനിൻ എന്ന് പറയണ ഒരു മൂലകാണ്. അതാണല്ലോ മനുഷ്യനിൽ കറുപ്പൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു വിവാഹ കമ്പോളത്തിൽ അല്ലെങ്കിൽ ഒരു തുണിക്കടയിലെ ജോലി കിട്ടുന്ന കാര്യത്തിൽ, സ്വർണ്ണക്കടയിൽ ജോലി കിട്ടുമ്പോൾ ഈ നിറങ്ങൾ നോക്കുന്നു. അപ്പോൾ അതിലൂടെ മനുഷ്യനെ തരംതിരിക്കുന്നു, കൂലി അല്ലെങ്കിൽ തൊഴില്. അപ്പൊ അത് നീതിയാണോ? ഈ നീതിബോധം നമ്മളിലെ ഒരു സൗന്ദര്യബോധമൊക്കെ ലിങ്ക് ചെയ്ത് കറുത്തവന്റെ അഭിമാനം, ഞാൻ പുലയനല്ല, നീ തമ്പുരാനുമല്ല, നീ അതാണെങ്കിൽ എനിക്ക് ഒന്നുമല്ല. അതിന് നമ്മുടെ വേടൻ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, അത് നമ്മുടെ സദാചാരബോധത്തെ വല്ലാതെ മുറിപ്പെടുത്തി. പക്ഷെ ആ വാക്കിന്റെ റൂട്ട് ആലോചിച്ച് കഴിഞ്ഞാല് കോൾ മയിർ കൊള്ളുക, അത് ഇന്നും ഭാഷയിലുണ്ട്. കോൾ എന്ന വാക്ക് വയ്ക്കുമ്പോൾ നമുക്കത് കുഴപ്പമില്ല. അതേസമയം തമിഴിൽ ഇപ്പോഴും ആ വാക്ക് അർത്ഥാർത്ഥകരണം സംഭവിച്ചിട്ടില്ല. ഉയിര് തന്ന സ്വാമിക്ക് ഇത് കൊടുക്ക്, ഞാൻ പദം തന്നെ പറയാണ്, മയിര് കൊടുക്ക് എന്ന് ഇങ്ങനെ പളനിയിലും വേളാങ്കണ്ണിയിലും അവരുടെ പ്രാർത്ഥനയിലുണ്ട് ഈ വാക്ക്. അപ്പൊ ആ വാക്കിന് അവിടെ അർത്ഥാർത്ഥകരണം സംഭവിച്ചിട്ടില്ല. ഇവിടെ അത് സംഭവിച്ചു. സംഭവിച്ചുകൊണ്ടാണ് നമ്മളൾക്ക് പറയാനൊരു ഉപയോഗത്തില്ല, ഒരു തെറിപ്പദം പോലെയാണ് കിടക്കുന്നത്. പക്ഷേ അത് ആ സമൂഹത്തിന് പറയേണ്ടി വരുന്നത് അവരനുഭവിച്ച വേദന കൊണ്ടാണ്. അതിൽ തന്നെ പുലയൻ എന്ന് പറയുന്ന വാക്ക് നമുക്ക് എടുക്കാം. പുലം എന്ന വാക്കിന് മണ്ണ് എന്നർത്ഥം, പുലയൻ എന്ന വാക്കിന് മണ്ണിൽ പണിയെടുക്കുന്നവൻ എന്നർത്ഥം. കർഷകന്റെ പര്യായമായിട്ട് ഉപയോഗിച്ച വാക്കാത്. സംഘകാല കവിതകളിൽ ഒരു പ്രയോഗമുണ്ട്, ഒരു വിരുത്തം. അത് ആദ്യ രാത്രിയിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പൊ അതിൽ ഉള്ളൊരു വരി, യായും ഞായും യാരാഗീറോ എന്തുയും നുന്തുയും എമ്മുറൈ കേളിർ ചെമ്പുല പുയൽ നീർ പോല അൻപുടൈ നെഞ്ചം താങ്കലർൻ തനവേ. അതിന്റെ വരിയുടെ അർത്ഥം ഇതാണ്, ഞാനും നീയും ആരായിരുന്നു ഇന്നലെ വരെ,
വ്യത്യസ്ത ദേശങ്ങളിൽ വ്യത്യസ്ത സംസ്കാരത്തിൽ ജനിച്ച് ജീവിച്ചു വളർന്നവർ. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെയായിരുന്നു, നിൻ്റെ അച്ഛനും അമ്മയും അങ്ങനെയായിരുന്നു വിവാഹത്തിൻ്റെ മുമ്പ് വരെ. പക്ഷെ വിവാഹത്തിന് ശേഷം ചെമ്പുല, ചുവന്ന മണ്ണ്, ചെമ്പുല പുയൽ നീർ, ചുവന്ന മണ്ണിൽ പെയ്ത മഴവെള്ളം പോലെ നമ്മൾ ഒന്നായിത്തീരണം. അപ്പോൾ നമുക്കറിയാലോ, ചുവന്ന മണ്ണിൽ മഴവെള്ളം ഉണ്ടായാൽ മഴവെള്ളത്തിൻ്റെ നിറം ചുവപ്പായി മാറും. കുറച്ചായി കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തെ കാണാനും പറ്റില്ല, വെള്ളം മണ്ണിൽ. പിന്നെ അതിൽ ചെടികൾ മുളയ്ക്കും. അതുപോലെ നമുക്ക് മക്കളുണ്ടാവട്ടെ, നമ്മളുടെ ഹൃദയവും ശരീരവും ഒന്നാവട്ടെ. അപ്പോൾ ഈ അവരുടെ ഒരു പ്രണയ സങ്കല്പം തന്നെ എത്ര സുന്ദരം. അല്ലാണ്ട് എത്ര സ്ത്രീധനം കൊടുത്തിട്ടുണ്ട്, കാറ് കൊടുക്കുന്നത് ഇതല്ലാണ്ട് വേറെ കാറ് കിട്ടിയില്ല എന്നല്ല ചോദിക്കണത്. 2000 കൊല്ലം നമ്മുടെ പൂർവികര്. അപ്പൊ നമുക്ക് ഈ സാഹിത്യ വായനയിലൂടെയാ നമ്മുടെ പൂർവികരുടെ ഒരു ചിന്താബോധവും വിവാഹബോധമൊക്കെ നമുക്ക് കിട്ടണം. അതിൽ നിന്ന് ഈ വാക്ക് നമുക്ക് എടുക്കാം. ഈ വാക്ക് എടുക്കുമ്പോൾ പുല എന്ന വാക്ക് മണ്ണ് എന്ന അർത്ഥത്തില്ല. എന്നാൽ ഇന്നത്തെ മലയാളത്തിൽ പുല വെച്ചിട്ട് എത്ര തെറിപ്പദം ഉണ്ടാക്കിയിട്ടുള്ളത്. കൃഷി ചെയ്യുക എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്ന വാക്ക് ഇന്ന് നമ്മൾ വ്യഭിചാരം ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള മകനെ, ജാരസന്തതി എന്നുള്ള അർത്ഥത്തിലൊക്കെ പുല വെച്ചിട്ട് നമ്മൾ പറയണം. ആ സമയം ഈ വേടൻ എന്ന് പറയണ ഹിരൺ, അയാൾ നല്ല വായനക്കാരനായിരുന്നു. തൃശ്ശൂര് മോഡൽ ബോയ്സിലാണ് പഠിച്ചിരുന്നത്. അപ്പൊ അയാള് അംബേദ്കറിന്റെ കൃതികൾ വായിക്കുന്നു. അയാൾ പറഞ്ഞൊരു സംഭവം, ഞാൻ പുലയനല്ല, ഞാനെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്കൊന്നുമില്ല എന്നുവെച്ചാൽ ആ വാക്കിന്റെ നിയതമായ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ അർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞത്, വായന ഒരേ സമയം നമുക്ക് ആത്മവിശ്വാസം തരും, ചരിത്രത്തിൽ നിന്നുള്ള ശക്തി സംഭരിക്കാൻ നമ്മളെ സഹായിക്കും, നമ്മളെ പരിവർത്തിപ്പിക്കും, പുതിയ ലോകത്തിലേക്ക് കടക്കാൻ, മറ്റൊരുത്തൻ്റെ വികാരത്തിൽ നമുക്ക് പങ്കുചേരാൻ. ഇപ്പം നമ്മുടെ വീട്ടിലൊരാൾ മരിച്ചാൽ നമുക്ക് സങ്കടം ഉണ്ട്. നാട്ടിലൊരാളാണെങ്കിൽ അത്ര സങ്കടം ഉണ്ടാവില്ല. അന്യദേശത്ത് ഒരാളാണെച്ചെങ്കിൽ നമുക്ക് അത്രയും സങ്കടം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് ചരമ പേജൊക്കെ വായിച്ചിട്ട് ഞെട്ടാനേ നേരം ഉണ്ടാവുള്ളൂ. അതേസമയം നമ്മളിപ്പോ വിക്ടർ ഹ്യൂഗോന്റെ പാവങ്ങൾ വായിക്കുന്നു, അതിലെ ഫാൻതീന്റെ മരണം, പാരീസ് നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ നമുക്ക് പരിചിതമായ ഏതോ ദേശം, അവിടെ നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ വേണ്ടപ്പെട്ട ഒരാൾ അയാൾ മരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു സങ്കടം ഉണ്ടല്ലോ. അങ്ങനെ മനുഷ്യ മനസ്സിന്റെ സങ്കടത്തിൽ നമ്മളെ പങ്കാളികളാക്കാണ്. അങ്ങനെ അതൊരു ഭാരപ്പെടുത്തുന്ന ഒരു വായന അല്ലേ, ഭാരപ്പെടുത്തുന്നതും കണ്ണീരിലാഴ്ത്തുന്നതും നമ്മളെ നവീകരിക്കുന്നതും. ഇപ്പൊ വൈലോപ്പിള്ളിയുടെ എണ്ണപ്പുഴുക്കൾ എന്ന് പറഞ്ഞൊരു കവിത നമ്മൾ ക്ലാസ്സിൽ അവതരിപ്പിക്കും. അപ്പൊ അതില് ഒരു പുഴു അരിച്ചു പോകുമ്പോൾ അതിനെ ചവിട്ടി അരയ്ക്കാൻ പോകുന്ന കുഞ്ഞിനോട് അമ്മ പറയണു, അതിനെ കൊല്ലരുത്, അത് ചിറ്റൂരപ്പനെ ആടാനുള്ള എണ്ണയും കൊണ്ടാണ് ഈ പോണത്. കെട്ടുകഥയാ സംഭവം. അങ്ങനെ എണ്ണയൊന്നും കൊണ്ടുപോകണില്ലല്ലോ. പക്ഷെ കുട്ടി വിചാരിച്ചു അതിന്റെ എണ്ണമയൊക്കെ കണ്ടിട്ട് ശരിയോ, ആ കുട്ടി അതിനെ ഉപദ്രവിച്ചില്ല. പക്ഷെ വൈലോപ്പിള്ളി പറയണു, ഇപ്പോഴും വലുതായി കഴിഞ്ഞിട്ടും മറ്റൊരാളെ പരുഷമായി സ്പർശിക്കാനായിട്ട് കയ്യെ പൊന്തുമ്പോൾ എൻ്റെ മനസ്സിലിരുന്നിട്ട് അമ്മ പറയണു, ഉണ്ണി ദ്രോഹിക്കരുത്, ചെറ്റൂരപ്പനാടുവാൻ എണ്ണ കൊണ്ടുപോകും പുഴുവല്ലോ. അപ്പൊ നമ്മൾ വലിയ പോലീസ് ഇൻസ്പെക്ടറായിട്ട് കള്ളൻ, അവൻ കള്ളനാന്ന് ഉറപ്പ് എന്ന് അവനെ വളച്ചു നിർത്തി മുതുകത്ത് ഇടിക്കാൻ നമുക്ക് അധികാരം ഉണ്ടെന്ന് തോന്നിയാൽ തന്നെ കൈ പൊന്തിക്കണ നേരത്ത് അമ്മ ഇരുന്ന് ചൊല്ലുന്നു, ഉണ്ണി ദ്രോഹിക്കരുത്, ചെറ്റൂരപ്പനാടുവാൻ എണ്ണ കൊണ്ടുപോകും പുഴുവല്ലോ. അപ്പം നമുക്ക് കൈ താഴെ ഇടും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത് അവനിലും എന്നിലും ഒരേ ഈശ്വരൻ, ഒരേ എണ്ണ, ഈ ഒരു ചിന്തയാണ് നമ്മളെ ഇങ്ങനെ അങ്ങനെയുള്ള വായനയിലൂടെ നമ്മൾ പോകുന്ന ഒരുത്തനെ ഈ കുട്ടികൾക്ക് എങ്ങനെ കൂട്ടം കൂടി തല്ലാനും ഒരു കുട്ടിയെ ആൾക്കൂട്ടം ആക്രമണം നടത്താനൊക്കെ പറ്റണത്. അപ്പം അവരിൽ പലരും ഈ കഥകൾ കേൾക്കാത്തതിൻ്റെ കുറവുണ്ട്, വായനയുടെ കുറവുണ്ട്, പിന്നെ ഈ വക മയക്കുമരുന്നിൻ്റെ ലഹരി ചെയ്യണം. പക്ഷെ ഈ മയക്കുമരുന്ന് ലഹരിയിലേക്കും അവർ പോകുന്നത് എന്തുകൊണ്ട്? അവർക്ക് നല്ല വായനയുടെ ലോകത്തിലേക്ക് അവരെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. നമ്മുടെ സമൂഹം അതിനൊക്കെ ഉത്തരവാദികളാണ്. കാരണം പണ്ടൊക്കെ നമ്മൾ ലൈബ്രറി പുസ്തകങ്ങൾ എടുത്ത് വായിച്ചിരുന്നു. പക്ഷെ 9ാം ക്ലാസ്സിൽ എത്തുമ്പോൾ തന്നെ 10ാം ക്ലാസ് പരീക്ഷ ഇഞ്ഞ് വായിച്ചിരുന്നിട്ട് നമ്മൾ വേറെ ഫിസിക്സോ കെമിസ്ട്രിയോ ആണ് എടുത്ത് വെറുതെ തുറന്നു വെച്ചതെങ്കിലും വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷം. പിന്നെ നമ്മൾ എൻട്രൻസിന് പോണു. അപ്പോൾ നമ്മളിപ്പോ ഈ വായനാ ദിനത്തിന് PN നാരായണ പണിക്കരുടെ പേരൊക്കെ നമ്മൾ പറയുമല്ലോ, അദ്ദേഹം വായന. ഞാൻ ആളുടെ പേര് പറയുന്നില്ല, പക്ഷെ ഈ തൃശ്ശൂർ ഭാഗത്ത് എന്തായാലും എനിക്ക് ഉറപ്പുണ്ട്, ഒരു മാഷാണ് വായനയുടെ വേരറുത്ത മാഷ്, വായനയുടെ ലോകത്തുനിന്ന് പിള്ളേരെ അകറ്റിയ മാഷ്. കാരണം എൻട്രൻസ് കോച്ചിങ്ങിന് വരുന്ന കുട്ടികളുടെ ബാഗിൽ ഏതെങ്കിലും ഒരു ലൈബ്രറി പുസ്തകം ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടികളെ ആ മാഷ് പറയാത്ത തെറിയോ ചീത്തയോ ഇല്ല, പുസ്തകം ബാഗ് അടക്കം വലിച്ചെറിയും എന്ന് പറഞ്ഞാൽ വായിച്ചാൽ നിങ്ങൾക്ക് ഈ എൻട്രൻസ് നിങ്ങൾ കിടക്കില്ല. അങ്ങനെ എൻട്രൻസ് ജ്വരം
അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഒരു കരിയർ ലോകത്തിലേക്ക് നമ്മൾ വന്നതോടുകൂടി വായനയാണ് നമ്മളതിനെ സമയം കളയണത്. വായിച്ച് മനുഷ്യന്റെ മനസ്സ് ആഹ്ലാദം തേടുന്നുണ്ട്. എപ്പോഴും ജോലിയും ശമ്പളവും മാത്രമല്ല. അപ്പോൾ നമുക്ക് ആനന്ദിക്കണം, അവരുടെ ജീവിതങ്ങളെക്കുറിച്ച് അറിയണം. അപ്പം അതിന് ഒരു നല്ല മാധ്യമമായിരുന്നു വായന. അപ്പം അതില്ലാതെ വരുമ്പോൾ നമ്മൾ വിശ്രമ സമയങ്ങളിൽ ഇനി എന്താ ചെയ്യേണ്ടത്? നേരം പോക്കിന് പല മാർഗത്തിലേക്ക് പോകും. അതിലൊരു മാർഗ്ഗമാണ് ലഹരി. ആ ലഹരിയിലേക്ക് പോയാൽ തലച്ചോറടക്കം തകർന്നു പോവുക. അപ്പം ഇപ്പം നമ്മളത് തിരിച്ചറിഞ്ഞിട്ട് കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. പക്ഷെ കൈ പോയിട്ട് ആ സംസ്കാരത്തിൽ നിന്ന് തിരിച്ചു വരണം. നമ്മുടെ കേരളത്തിൽ ഉണ്ടായത്, ഞാൻ ഒരു മാതൃഭാഷ അധ്യാപകൻ, എനിക്കറിയാം. ആദ്യം മാതൃഭാഷക്കെതിരെയായിരുന്നു. മലയാളം പഠിച്ചു നടന്നിട്ട് എന്താ കാര്യം? ഇംഗ്ലീഷ് പഠിച്ചോ? ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ. അപ്പോൾ മലയാളത്തിൽ നിന്ന് ആദ്യം അകന്നു. അത് സ്വാഭാവികമായിട്ട് വായനയിൽ നിന്നും അകലാൻ കാരണമായി. ഇപ്പൊ പിന്നെ വിഷ്വൽ മീഡിയയാണ് എല്ലായിടത്തും. അപ്പൊ അതുകൊണ്ട് റീലുകൾ കണ്ട് അങ്ങനെ നടക്കുന്നു. അതുകൊണ്ട് അറിവില്ലാകാൻ വരുന്നില്ല, പക്ഷെ കോൺസെൻട്രേഷൻ പോകുന്നുണ്ട്. കുറേയേറെ അവരുടെ അൽഗോരിതങ്ങൾ തരുന്ന റീലുകളെ നമ്മൾ കാണുന്നുള്ളൂ. സമയം വായനയുടെ ലോകത്തിലേക്ക് വന്നാൽ നമുക്ക് ലഹരിക്ക് മറുമരുന്നാണത്. മനുഷ്യ മഹാപ്രപഞ്ചത്തിൽ നമ്മളും ഒരു ഭാഗവാക്കാവും. വൈജ്ഞാനികമായും വൈകാരികമായും നമ്മളിലെ പരിപക്വത വരും. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ, ഒരു വലിയ രാഷ്ട്രീയ നേതാവായിട്ട് സംസാരിക്കുമ്പോൾ പോലും നമ്മളറിയാതെ ചില വാക്കുകൾ നമ്മുടെ നാവുന്നു വരിക. ചെറ്റത്തരം കാണിക്കുക, പരനാറി. അപ്പോൾ ഇപ്പം ഈയിടെ സുഭാഷ് ചന്ദ്രൻ അത് പറയണ്ടായി. അത് പറയുന്ന ആള് അത് സ്ഥിരം പറയുന്നതുകൊണ്ട് അങ്ങനെ പറയുന്നു, അത് വലിയ തെറ്റ്. പക്ഷേ ചെറ്റ എന്ന് പറഞ്ഞ വാക്ക് പാവപ്പെട്ടവർ താമസിക്കുന്ന കുടിലിനെ വിളിച്ചിരുന്ന പേരാണ്. അപ്പോൾ ഈ വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചെറ്റക്കുടിലിൻ്റെ ജീവിത പാരമ്പര്യമുള്ളവർക്ക് അവരറിയാതെ മനസ്സ് വേദനിക്കും, അവർക്ക് കൊള്ളും. പരനാറി എന്ന് പറയുമ്പോൾ അന്യൻ്റെ മലം. പണ്ട് നമ്മുടെ സേഫ്റ്റി ടാങ്ക് കക്കൂസുകൾ ഇല്ലാത്ത കാലത്ത് ചുമന്ന് നടന്നിരുന്ന തോട്ടികൾ, അവരുടെ നാറ്റം അല്ലെങ്കിൽ വേർക്കുന്നവൻ്റെ നാറ്റം, അവനെയാണ് നാറി എന്നുള്ള. നാറി എന്ന് വെച്ചാൽ മലയാളത്തിൽ ആദ്യം സുഗന്ധം എന്നേ അർത്ഥം ഉണ്ടായിരുന്നല്ലോ. ഈ കൈനാറി പൂവ് എന്ന് പറയുമ്പോൾ കയ്യിലെ സുഗന്ധം എന്ന അർത്ഥമായിരുന്നു. പക്ഷെ നാറ്റം പിന്നെ ദുർഗന്ധത്തിന്റെ പര്യായമായി. അപ്പോൾ നാറി എന്നൊരാളെ വിളിക്കുമ്പോൾ അത് വിയർക്കുന്നവനെ വിളിക്കുന്ന ഒരു പര്യായമായിട്ട് മാറി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഭാഷയിൽ ഈ നവീകരണം വേണമെന്ന് ഈ തൊഴിലാളി വർഗ നേതാക്കന്മാർ, അവർ വളരെ നല്ലവരായിരിക്കാം, പക്ഷെ ഒരു വാക്ക് പിഴയ്ക്കുമ്പോൾ അത് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ ഒരു കളങ്കായ രീതിയിൽ പിൽക്കാലത്ത് വിമർശിക്കപ്പെടും. അപ്പോൾ എപ്പോഴും ഏത് മേഖലയിലുള്ളവരും നിരന്തരം വായിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേ രാഷ്ട്രീയമായ ശരികളിലേക്ക് അവർ സഞ്ചരിക്കുള്ളൂ. വായിച്ചാൽ മാത്രം പോരാ അല്ലേ? അതിങ്ങനെ അല്ല, വായിക്കുക, പുനർവായിക്കുക, വിമർശനാത്മകമായി വായിക്കുക, ചരിത്ര സാഹചര്യങ്ങളിൽ വെച്ചത് പരിശോധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പശു പാൽ തരുന്നു എന്ന് പറഞ്ഞ വാക്യം തന്നെ ആ പാരിസ്ഥിതിക സങ്കല്പത്തിൽ ഈ വാക്യം ശരിയാണോ? അതെ അതെ, അവളെ ഞാൻ എൻ്റെ മോളെ ശരിക്കും പറഞ്ഞു ചൂഷണാണ്. അതെ. അപ്പോൾ ഏത് വാക്കും വാക്യവും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. അത് പ്രാർത്ഥനകളിലെ വരികളിൽ പോലും വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ നമ്മുടെ യേശു പഠിപ്പിച്ച പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, ആ പ്രാർത്ഥനയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു വരി, അന്നന്നത്തേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്നൊരു വരിയുണ്ട്. അതിൽ സത്യത്തിൽ സോഷ്യലിസം ഉണ്ട്. അന്നന്നത്തേക്കുള്ള ആഹാരം തരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് ആഹാരം എടുക്കുകയും ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിനനുസരിച്ചുള്ള വിഭവ ചൂഷണ ഭൂമിയിൽ നടക്കുള്ളൂ. ആ സമയം നമ്മൾ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണമേ എന്ന പ്രാർത്ഥന മാറിയിട്ടുണ്ട്. സത്യത്തിൽ അതൊരു മുതലാളിത്ത സങ്കല്പത്തിന് വളം വെച്ചു കൊടുക്കുന്ന ഒരു വരിയാണത്. ഞങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തരണമേ പറയുമ്പോൾ ആവശ്യത്തിന്റെ അളവ് നമ്മളാണ് അതിർത്തി ആരാധിച്ചാൽ ഞങ്ങൾ ഓരോരുത്തരും നിശ്ചയിച്ചോളാന്നർത്ഥം. അപ്പൊ ഈ ഭൂമിയിലെ രാജ്യങ്ങള് സമ്പന്നര് നടത്തുന്ന ചൂഷണത്തിന്, പ്രകൃതി കൊള്ളയ്ക്ക് അതൊക്കെ അരി നിൽക്കുകയാണ്, അവരെന്നെ സംരക്ഷിക്കുകയാണ് ആ വാക്യം. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ പ്രാർത്ഥനയിലെ ഓരോ വരി പോലും അതിൻ്റെ പിറകിൽ ചില ആശയങ്ങളുണ്ട്. അത് ഏതാണ് ആശയം, അത് മനുഷ്യപക്ഷത്തിനോട് നീതി പുലർത്തുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാൻ കഴിയണമെങ്കിൽ വായനയിലൂടെ നമ്മുടെ ഒരു കാലത്തും ഇളകാത്ത സത്യം എന്ന് പറയുന്ന കാര്യത്തിന് തന്നെ അത് ഏത് കാലത്ത് രൂപം കൊണ്ടതാണ്, അതിൻ്റെ പിറകിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടോ, അത് എല്ലാവർക്കും നീതി നൽകുന്നുണ്ടോ എന്ന് പുനഃപരിശോധിക്കണമെങ്കിൽ നമുക്ക് വായന അത്യാവശ്യമാണ്. അതാണ് എനിക്ക് ഈ വായന പറയാനുള്ള കാര്യം. ഇപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോഴേ
രണ്ട് കാര്യത്തില്. ഒന്ന്, ഇപ്പൊ നമ്മളിത് ഇത് കേട്ടോണ്ടിരിക്കുന്ന മാസ്റ്റർ സ്റ്റുഡൻസിന് ഭയങ്കരമായിട്ട് മിസ് ചെയ്യണ്ടോ. മറ്റ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു അധ്യാപകൻ ഉണ്ടായില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്നവരുണ്ടോ. ഞാൻ പറഞ്ഞത് മാഷ് കുറച്ചു കാലമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം, മാഷ് എങ്ങനെയാണ് ഇത്ര ഒരു വായനയുടെ ലോകത്തേക്ക്? അത് ഞാൻ പറഞ്ഞ കോവിലൻ. അല്ല, ഞാൻ ചോദിക്കുന്നത് അത്ര ചെറുപ്പത്തിലേ തൊട്ട് കോവിലിനായിട്ട് ബന്ധമുണ്ടോ? അല്ല, ചെറുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സ്ഥലത്ത് നേരത്തെ പറഞ്ഞ പോലെ 9ാം ക്ലാസ് കഴിഞ്ഞപ്പോ വായന നിർത്തി. പിന്നെ +2 കഴിഞ്ഞ് പിന്നെ BA മലയാളത്തിന് ചേർന്നപ്പോ വായന തുടങ്ങി. അപ്പൊ നമ്മുടെ അടുത്ത് കോവിലനുണ്ട് എന്ന് കണ്ടപ്പോ, അതായത് ശ്രീകൃഷ്ണ കോളേജിലാണ് പഠിക്കുന്നത്, അയൽവാസിയാണ്. അതെ, അവിടുത്തെ അധ്യാപകരൊക്കെ പറയുമല്ലോ. നമ്മുടെ വീടിന്റെ മുന്നിലൂടെയൊക്കെയാണ് കോവിലൻ പോയത്. അപ്പൊ അകലെന്നേ നമ്മൾ കാണൂ, അല്ലാണ്ട് എടുക്കാനുള്ള ധൈര്യം. എന്നാലും നമ്മൾ അദ്ദേഹത്തിന്റെ കൃതികൾ വായിച്ചു. പിന്നെ അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും അവസരം കിട്ടി. അപ്പോഴാണ് എനിക്ക് ഈ പറയണ വിമർശനാത്മക വായന, നമ്മുടെ ഈ ജീവിക്കുന്ന ലോകം, ആ ലോകം നമുക്ക് എല്ലാവർക്കും നീതി തരുന്നുണ്ടോ? കുറച്ചു പേർക്ക് മാത്രം കൊടുത്തോണ്ടായില്ലല്ലോ. എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ അത്. നമ്മള് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഔദാര്യം ഉണ്ട് അതില്. അവർക്ക് അവകാശപ്പെട്ടത് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അവർക്ക് കൂടി എടുക്കാൻ പറ്റേണ്ട സാഹചര്യമാണല്ലോ. അപ്പൊ അങ്ങനെ കോവിലൻ ഓരോ സന്ദർഭത്തിൽ അത് പറയും. എനിക്ക് അതില് കോവിലന്റെ അച്ഛൻ അദ്ദേഹം കൂനമുച്ചിയിൽ പോയിട്ടൊരു പെൻസില് പണം കൊടുത്തിട്ട് വാങ്ങാനായിട്ട് കൂനമുച്ചിയിലെ കടയിൽ ചോദിച്ചപ്പോൾ അവിടുത്തെ കച്ചവടക്കാരൻ ചോദിച്ചത്, എന്തിനാ വേലപ്പ നിനക്ക് പെൻസില്? പച്ചണ്ടി കുത്തിപ്പൊളിക്കാനാണോ എന്നാ. അവിടെ കശുവണ്ടി ഉണ്ടല്ലോ, അപ്പൊ അവിടെ പച്ച ഇത് വരുമ്പോ മൂക്കണേക്കാൾ മുമ്പ് കുത്തി പൊളിച്ചിട്ട് തിന്നാനാണോ ഇതിന്റെ ഉപയോഗം? കളിയാക്കണേന്റെ പരമകോടിയല്ലേ. നെയ്യൊന്നും അക്ഷരം പഠിക്കാറായിട്ടില്ലാന്നും ആവശ്യമില്ലാന്നും. പക്ഷേ വേലപ്പൻ അക്ഷരങ്ങളറിയാം. നേരത്തെ പറഞ്ഞ മൈക്കൽ ഫാരഡെ പോലെ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനും, പിന്നെ അത് രാമായണ മഹാഭാരത വായനയിലേക്കും, പിന്നെ മകനെ പഠിപ്പിച്ച് വലുതാക്കണം എന്നുള്ള ചിന്തയിൽ കോവിലനെ പഠിപ്പിക്കുകയും, കോവിലൻ നെന്മിനി ഹയർ സെക്കൻഡറി സ്കൂളിലും, അല്ല അന്നത്തെ പഞ്ചമം സ്കൂളിൽ, ആ സ്കൂളിന്റെ പേര് തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ടതാ. അയ്യങ്കാളിയുടെ പഞ്ചമിയുടെ ഓർമ്മയ്ക്കാണത്. വലിയാക്കൽ രാമമാഷ് ആ സ്കൂളിലേക്ക് കുട്ടികളെ ചേർക്കാനായിട്ട് കണ്ടാനശ്ശേരിയിൽ നടന്നിട്ട് അവര് എല്ലാവർക്കും ചേരാം. ബ്രാഹ്മണർക്ക് മാത്രമല്ല, എല്ലാ ജാതിമതർക്ക് മാത്രമല്ല, പഞ്ചമർക്ക് എന്ന് വെച്ചാൽ ഹരിജനങ്ങൾക്ക്, ആദിവാസികൾക്ക് എല്ലാവർക്കും ചേരാം. കുളിച്ച് വൃത്തിയായിട്ട് വരാനൊക്കെ ആയിട്ട് അപ്പമാഷ് അവരെ പഠിപ്പിച്ച് അങ്ങനെ അവിടെ പഠിച്ച്, പിന്നെ പാവർട്ടി PT കുര്യാക്കോസ് മാസ്റ്ററുടെ സംസ്കൃത കോളേജില് KP നാരായണപിഷാരടി, ചെറുകാട് എന്നിവരുടെ കീഴിലൊക്കെ പഠിച്ചിട്ട് VV അയ്യപ്പൻ, വട്ടംപറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ, നേരത്തെ പറഞ്ഞ ഈ വേലപ്പന്റെ മകൻ അയ്യപ്പൻ ഇത്ര മഹത്തായ സാഹിത്യകൃതികൾ എഴുതി ലോകത്തിൽ മലയാളം ഉള്ളിടത്തോളം കാലം. ഇപ്പൊ ഇതിന് പരിഭാഷകളും വന്നു തുടങ്ങി. തട്ടകത്തിന് നമ്മുടെ ദേശത്തെ അടയാളപ്പെടുത്തി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗങ്ങളിൽ ഒരാളായി എഴുത്തച്ഛൻ അവാർഡ് ഈ കണ്ടാണിശ്ശേരിയിലേക്ക് കൊണ്ടുപോയി. ആ തട്ടകം എന്ന് പറഞ്ഞ പുസ്തകം ഇപ്പം നമ്മൾ തട്ടക യാത്ര എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു പുതിയ കണ്ടാണിശ്ശേരി പഞ്ചായത്തായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിരാണിപ്പാടത്തേക്ക് SK പൊറ്റേക്കാടിന്റെ, അതായത് കോവിലിന്റെ തട്ടകത്തിൽ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലൂടെ അപ്പോൾ കഥാജനക സ്ഥലങ്ങളിലൂടെ ഒരു യാത്ര. അതിലൂടെ ഈ ദേശം എന്ന് പറഞ്ഞാൽ 12,000 കൊല്ലങ്ങൾക്ക് മുമ്പേ ഇവിടെ ഒരു മികച്ച ജനതതി സംസ്കാരം രൂപം കൊണ്ടതിന്റെ തിരിശേഷിപ്പാണ് മുനിമടി ഇരുമ്പ് കണ്ടെത്തിയ കാലത്ത് മഹാശിലകള് കൊത്തിയെടുത്ത് ഉണ്ടാക്കിയ സ്മാരകങ്ങളൊക്കെ. അപ്പൊ അതുള്ള സ്ഥലം അത്. പൂർവ്വപിതാമഹന്മാര് അങ്ങനെ ഒരു ജ്ഞാനത്തെ ഇരുമ്പിനെ ഉണ്ടാക്കാനും കൊത്താനും മരണപ്പെട്ടു പോയവർക്ക് ഓർമ്മയ്ക്കായിട്ട് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി വെക്കാനും ഒക്കെയുള്ളതായി ചിന്തയുണ്ടായി. അപ്പൊ അവിടെ വളർന്നു വന്ന ആൾക്കാരിൽ ഇപ്പൊ കോവിലൻ. അപ്പോൾ ഈ കോവിലൻ്റെ ഈ തട്ടകത്തിൽ പരാമർശിക്കപ്പെടുന്ന സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിലേക്കുള്ള ഒരു യാത്ര. അപ്പോൾ പുതിയ തലമുറയ്ക്ക് വായന എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കാനാണ് നേരിട്ട് എന്ന് കരുതി പൂർണ്ണമാവില്ല അത്, എന്നാലും അതിനൊരു ബലം നൽകും. തട്ടകം എന്ന് പറഞ്ഞ നോവലിൽ പരാമർശിക്കപ്പെടുന്ന സ്ഥലങ്ങൾ ഇതാണ്. ഉണ്ണീരി മുത്തപ്പന്റെ അമ്പലം, ചോലക്കുളങ്ങര ഭഗവതി എന്നത് വാഴാവൽ അമ്പലമാണ്. ഇതാണ് ഏറാമൂട് യുവജന വായനശാല. അപ്പൊ അവർ പല പേരുകളുണ്ടായിരുന്നു. അവർക്ക് SNDP എന്നുണ്ടായിരുന്നു, ഈഴവ വായനശാല എന്നുണ്ടായിരുന്നു. അത് തട്ടകത്തിൽ തന്നെ പറയും. അങ്ങനെ ഒരു ജാതിയുടെയോ ഒരു സമുദായത്തിന്റെയോ പേരിടാതെ യുവജന സമാജം എന്നിടാനാ തീരുമാനം. അപ്പൊ തന്നെ ആ ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു മതേതര
ചരിത്രത്തെ കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അന്നത്തെ വായനശാലകൾ, കൂത്തുമാടം, അവിടുത്തെ ഗുരുവായൂർ കൂത്തമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലം വരെ സവർണർക്കേ ആ കൂത്തമ്പലം കാണാനായിട്ട് പറ്റിയിരുന്നത്. ആ സമയം കണ്ടാണശ്ശേരിയിലെ കൂത്തുമാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാണശ്ശേരിക്കാർക്ക് മാത്രമല്ല മറ്റത്തല ക്രിസ്ത്യാനികൾക്കും വാഗയെന്നും ആളൂരിന്നൊക്കെയുള്ള ഇസ്ലാം മതവിശ്വാസികൾക്കും കൂനൗച്ചിയിലെ ക്രിസ്ത്യാനികൾക്കും ഒക്കെ ചെന്ന് കാണാവുന്ന മതേതര കൂത്തുമാടാണ്. അപ്പോൾ ഇതിനൊക്കെ സമീപകാലത്തും ചരിത്ര പ്രാധാന്യമുണ്ട്, സാംസ്കാരിക പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ട് അവിടെ വഴികാട്ടികൾ അല്ലെങ്കിൽ ആലേഖിത ശിലാഫലകങ്ങൾ, തസ്രാക്കിലെ OB വിജയൻ അതൊരു ഞാറ്റുപുര എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ദേശം മുഴുവൻ കുറച്ച് ശരിക്കും യാത്ര ചെയ്യാനുള്ളതുണ്ട്, അത് സാഹിത്യ യാത്ര, സാംസ്കാരിക യാത്ര. അപ്പൊ പഞ്ചായത്തായിട്ട് അങ്ങനെ ഒരു പദ്ധതി പ്ലാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെ അല്ലെങ്കിൽ തദ്ദേശ നമ്മുടെ ഇവിടെയുണ്ടല്ലോ അനവധി സ്ഥാപനങ്ങളൊക്കെ, അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ സഹകരണത്തോടെ ചെയ്യാൻ പറ്റും നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ വായനാ വാരത്തെ, വാരത്തിലല്ല, വായനാ കൊല്ലത്തിലല്ല, വായനയുടെ ഒരു ഭാവിയിലേക്ക് ദേശത്തിന്റെ നടത്തുന്നത്. പക്ഷേ ഈ വൈകാരികമായിട്ടുള്ള വായന എന്ന് പറയുമ്പോഴേ ഇപ്പൊ ചില വായനകൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു വലിയൊരു ഭാരം കയറ്റി വെക്കുന്ന പോലെയാണ്, ഒരു വലിയ സങ്കടപ്പെടുത്തുന്ന ഒരു വായന. എനിക്ക് അങ്ങനെയുള്ളൊരു ഒരു മാഷിന്റെ ഒരു അനുഭവങ്ങളാണ്. ഒന്ന് ഈ പറഞ്ഞ ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു വായന, ഒപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെയൊക്കെ ഇത് അത്ഭുതപ്പെടുന്ന ചില വായന ഉണ്ടല്ലോ, അല്ല ഒരു എഴുത്തുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതാല്ലേ ഇതൊക്കെ തോന്നുന്ന ചില എഴുത്തുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു വായനാനുഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള എഴുത്തുകളെ പറ്റിയിട്ട് മാഷൊന്ന് പറയും. അത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ മാസ്റ്റർ പീസ് പാവങ്ങൾ, കുഞ്ഞുനാളിൽ തന്നെ അവള് വായിച്ച് വല്ലാതെ സങ്കടപ്പെടി, മനസ്സ് നൊമ്പരപ്പെടി. അതിലെ ബിഷപ്പിനെ കണ്ടിട്ട് ഇതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഇവിടുത്തെ വെള്ളി പാത്രങ്ങളാണെന്ന് പറഞ്ഞപ്പോ ഞാൻ കൊടുത്തതാന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞ കാര്യം അത് അവന്റെ അവകാശം എന്നുള്ള നിലയ്ക്കാണ്. ഇത് ഞാനിവിടെ കുറച്ചു കാലം സൂക്ഷിച്ചു എന്നേ ഉള്ളൂ, അവന് കൂടി അവകാശപ്പെട്ടതാണ്, അവനെ കൊണ്ടുപോക്കോട്ടെ എന്ന് പറയുന്ന സാധനത്തില് കള്ളൻ എന്ന് പറഞ്ഞ കാഴ്ചപ്പാടന്നെ മാറില്ല. അതിൽ നമ്മളൊക്കെയാ കള്ളന്മാര്. കാരണം മറ്റെല്ലാവർക്കും അവകാശപ്പെട്ടത് നമ്മൾ സമാഹരിച്ചു വെച്ചിട്ട്, അളവിൽ കൂടുതൽ സമാഹരിച്ചു വെച്ചിട്ട് പിന്നെ നമ്മൾ അവനെ കള്ളെന്ന് വിളിക്കുക. അപ്പോൾ അതും സഹോദരിമാരുടെ മക്കള് വിശന്ന് പൊരിഞ്ഞ് അവർക്കൊരു റൊട്ടി കഷ്ണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് മുറിയിലും പാഠപുസ്തകത്തിലും ഇതൊക്കെ പരിചയപ്പെട്ടിട്ട് കരഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് പിന്നെ അങ്ങനെ ഒരു സങ്കടത്തിന്റെയും വിശപ്പിന്റെയും ഒരു ഭൂതകാലം ഉള്ളത് കൊണ്ട് കൂടിയാവാം. അപ്പൊ ഇവൻ ജയിലിൽ കിടക്കുകയാണെന്ന് പറഞ്ഞാൽ കുട്ടികള് എന്താ ചെയ്യണാവോ നമ്മുടെ ചിന്ത. വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികളെ അവരെ നമ്മുടെ മനസ്സിൽ ഓരോ തവണ തടവ് ചാടുമ്പോഴും വീണ്ടും 10-15 കൊല്ലത്തേക്ക് അടയ്ക്കും. അപ്പൊ 10-15 കൊല്ലത്തിന്റെ വളർച്ച കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ മനസ്സിൽ അവരിപ്പോഴും അവിടെ വിശന്ന് പൊരിഞ്ഞ്. പിന്നെ സമീപകാലത്ത് പിന്നെ ആടുജീവിതം ബെന്യാമിന്റെ അത് നമ്മളെ നൊമ്പരപ്പെടുത്തി. പിന്നീട് നമുക്ക് വൈകാരികമായ വായനയെക്കാളും ഈ പറഞ്ഞ കോവിലന്റെ കൃതികൾ അത് ഈ വൈകാരിക വായനയിലല്ല പെടുക. അത് നമ്മളിപ്പോ ഇങ്ങനെ നേർരേഖയിലൂടെ വായിച്ചു പോവുക, സംഭവങ്ങൾ ഇങ്ങനെ ക്രമത്തിൽ വായിക്കുക എന്നത് വിട്ടിട്ട് ഒരു വാക്യത്തിൽ തന്നെ ഓരോ വാക്കിനെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രം സംസ്കാരം വെച്ച് എന്തുകൊണ്ട് ഈ വാക്ക് വെച്ചു എന്ന് പരിശോധിക്കുമ്പോൾ വായന മേലോട്ടും കീഴോട്ടും പോവുക, നേരെ പോവില്ല. എന്നുവെച്ചാൽ അടുത്ത കഥാഗതി എന്തെന്ന് അറിയാനുള്ള ആകാംക്ഷയൊക്കെ പ്രധാനം. എന്തുകൊണ്ട് മനുഷ്യർ ഇങ്ങനെയായി? അപ്പൊ ബൃഹത്തിന്റെ കൺസെപ്റ്റ് ഉണ്ട്, എപ്പിക് തിയേറ്റർ നാടകത്തിൽ തന്നെ. ബൃഹത്ത് പറയുന്നത് എന്റെ കഥാപാത്രം കരയുമ്പോൾ അതിന്റെ ഒപ്പം ഇരുന്ന് കരയാൻ എനിക്ക് ആരെയും വേണ്ട, എന്തുകൊണ്ട് ഇയാൾക്ക് കരയേണ്ടി വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ് വേണ്ടത്. എൻ്റെ കഥാപാത്രം ചിരിക്കുമ്പോൾ ഒപ്പം നിങ്ങൾ ചിരിക്കണ്ട, ഈ ചിരിക്കുന്ന മുഖത്തിന്റെ പിറകിൽ അയാൾ കരയുണ്ടാവും. അപ്പൊ നിങ്ങൾ അതിന്റെ കാരണം അന്വേഷിക്കാൻ വേണ്ടത്. ഇതിന് വിമർശകരുണ്ട്, ഇതല്ല ലിറ്ററേച്ചർ, നമ്മൾ തന്നെ അത് ഫിലോസഫി അല്ലെങ്കിൽ രാഷ്ട്രീയം എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് എപ്പോഴും ചിന്തിപ്പിച്ച് വിചാരപരമായിട്ട് വായിക്കുന്നതിനേക്കാൾ നമ്മൾ താതാത്മ്യപ്പെട്ട് വായിക്കുന്നതാണ് വായനയുടെ ഒരു ഭംഗി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. കോവിലിന്റെ എല്ലാ കൃതികളും അങ്ങനെയാന്നല്ല. ഇപ്പൊ ജന്മാന്തരങ്ങളും തട്ടകത്തിൽ തന്നെ ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഒഴുക്കോടെ വായിച്ചു. പക്ഷെ ഒപ്പം തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഐതിഹ്യങ്ങള്, മിത്തുകള്, അതിലേക്ക് കടന്നു പോകാനുള്ള ചില ജാലകങ്ങള് ഉദാഹരണത്തിന് ഉണ്ണീരി മുത്തപ്പൻ കടമറ്റത്ത് കത്തനാരെ കണ്ട് ഉപദേശം തേടി, മന്ത്രവാദം, ജ്ഞാനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ.
കൊടുങ്ങല്ലൂർ അമ്മയെ കണ്ട്, പിന്നെ കടമറ്റത്ത് കത്തനാരെ കണ്ട്, പിന്നെ മണ്ണാറക്കാട്ടെ മുത്തശ്ശിയമ്മയെ കണ്ട് വിഷവൈദ്യം പഠിച്ച് ഒക്കെയാണ് ഉണ്ണീരിക്കുട്ടി തിരിച്ചു വരുന്നത്. അപ്പോൾ അതിൽ കടമറ്റത്ത് കത്തനാരെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ ഒരു വരി, മണ്ണാറശാലയ്ക്കാണ് പോണേന്ന് കേട്ടപ്പോൾ പാമ്പിനെ. അപ്പോൾ കടമറ്റത്ത് കത്തനാര് അദ്ദേഹം ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് പറയേണ്ടത് എന്താ, പാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പത്തില് പിശാചാണ് പാമ്പിന്റെ രൂപത്തിൽ വരുന്നത്. പക്ഷേ കടമറ്റത്ത് കത്തനാര് നാഗമാതാവ്, അമ്മ, സൃഷ്ടികളിൽ ആദ്യ രൂപം എന്നാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഏതൻ തോട്ടത്തില് മരണേക്കാൾ മുമ്പ് ആളുണ്ടല്ലോ. അപ്പൊ സൃഷ്ടികളിൽ ആദ്യ രൂപം നാഗമാതാവ്. ആ വാക്കുപയോഗിക്കണം, ശ്രദ്ധിക്കണം. മാതാവ്, മാതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവെന്ന് ഉണ്ടാവാം, മാതാവ്, പുത്രൻ. ഞാനത് അത്ഭുതപ്പെട്ടു. നമ്മുടെ ഒരു ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ നമ്മൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഈ ക്രമം പറയാ. പക്ഷെ കടമറ്റത്ത് കത്തനാരെ ഉണ്ണീരിക്കുട്ടി മണ്ണാറശാലയ്ക്ക് പോകുന്നത് കൊണ്ട് കൂടിയാവാം അങ്ങനെയാണ് അത് മാറ്റി പറഞ്ഞത്, മാതാവ്. പക്ഷെ അപ്പോൾ നമ്മളുടെ ചിന്ത നേരത്തെ പറഞ്ഞ ഈ നേർരേഖയിലൂടെ വായന വിട്ടിട്ട് മേലെയും കീഴിയും വായിക്കുമ്പോൾ പിതാവ് എന്ന് പറഞ്ഞോട്ടെ, പക്ഷേ മാതാവിനെ കൂടി ഉൾപ്പെടുത്തേണ്ടതല്ലേ? സൃഷ്ടാവ് ഒന്ന് എന്ന് പറയണതിൽ ശാസ്ത്രീയമായ യുക്തിയില്ല. പിന്നെ വിശ്വാസം അതിൻ്റെ അപ്പുറത്തുള്ള ഒന്നാണ്. പക്ഷെ എന്നാലും ശാസ്ത്രീയ യുക്തി എന്ന് വേണമെങ്കിൽ സൃഷ്ടികർമ്മത്തില് മാതാവും പിതാവും പങ്കെടുക്കുന്നുണ്ട്, രണ്ടാളുണ്ട് സത്യം. പക്ഷേ മാതാവിനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് പിതാവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ താടിയുള്ള ഒരു രൂപം, പിന്നെ പുത്രൻ സ്വാഭാവികമായിട്ടും പുരുഷൻ, പിന്നെ പരിശുദ്ധാത്മാവ്. ഇപ്പോൾ അത് പ്രാവിന്റെ രൂപമാണ്, അത് ആണാണോ പെണ്ണാണോ എന്നുള്ള ചർച്ചയിലേക്ക് നമ്മൾ പോകണില്ല. പക്ഷെ എന്തായാലും വേണ്ടില്ല, സകല സ്ഥലത്തും പുരുഷ മേധാവിത്വമുണ്ട്. അത് ഈ പ്രാർത്ഥനയിലുണ്ട്, ഈ വരികളിലുണ്ട്, അത് നമ്മുടെ പൗരോഹിത്യത്തിലുണ്ട്, സകല ആചാരങ്ങളിലും. ഇപ്പോൾ ഒരു പെസഹ വ്യാഴാഴ്ച കാല് കഴുകുന്നതിൽ പോലും 12 ശിഷ്യന്മാരിൽ നമ്മൾ എയ്ഡ്സ് രോഗികളെ ഉൾപ്പെടുത്തും, കുറ്റവാളികളെ ഉൾപ്പെടുത്തും. അതൊക്കെ ഉൾപ്പെടുത്തിക്കോട്ടെ, അത് തെറ്റല്ല, നല്ല കാര്യം, അവർക്കൊക്കെ സൗഖ്യം കിട്ടണം. പക്ഷെ ഒരു സ്ത്രീയെ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ അത് നമ്മൾ ആവശ്യപ്പെട്ടാലും പരമ്പരാഗതമായിട്ട് നമ്മൾ ചെയ്യാറില്ല. ഇനിയിപ്പോൾ ചെയ്തിട്ട് വേറെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത്തരം സംഭവങ്ങൾ എന്ന് വെച്ചാൽ ലിറ്ററേച്ചറിൽ തന്നെ ലിറ്ററലിസാണ് പ്രവർത്തിക്കുന്നത്. ഈ പുസ്തകങ്ങളിൽ പറഞ്ഞു വെച്ചതിൽ നിന്ന് കേട്ട മാറണ്ട, നമുക്ക് ഈ വഴിക്ക് തന്നെ പോവാം, ചിന്തിക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. അങ്ങനെയാണ് എല്ലായിടത്തും. പക്ഷെ അവിടെ ഈ തട്ടകത്തിൽ ഉണ്ണീര് മുത്തപ്പനോട് കടമറ്റത്ത് കത്തനാര് സംസാരിക്കുമ്പോൾ പിതാവ് എന്നുള്ളത് മാറ്റിയിട്ട് മാതാവ് എന്ന് പറയുമ്പോൾ അടുത്ത വരി ഉണ്ണീര് മുത്തപ്പന്റെ സംഭാഷണമാണ്. എൻ്റെ ദൈവതം അമ്മയാകുന്നു. അങ്ങനെ അമ്മ ദൈവം ആ കൺസെപ്റ്റിലേക്ക് വരികയാണത്. പക്ഷെ നമ്മൾ ചരിത്രത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കപ്പെട്ട സ്ത്രീയെ, അമ്മയെ പുനഃപ്രതിഷ്ഠിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു ലേഖന രൂപത്തിൽ കോവലൻ എഴുതിയിട്ടില്ല. തട്ടകത്തിലെ ഒരു വാക്യം, ആ വാക്യത്തിലൊരു വാക്കിന് നമ്മൾ ലീനിയർ അല്ലാതെ, നമ്മൾ രേഖീയമല്ലാതെ തിരച്ചീനമായിട്ട് അല്ല, ലംബതലത്തിൽ, തിരച്ചീന തലം ലംബതലത്തിൽ വായിക്കുമ്പോഴാണ് നമ്മൾ ഈ ആശയലോകത്തിലേക്കൊക്കെ കടന്നു പോകുന്നത്. കുറച്ചുകൂടി കൂടുതൽ ഒരു വൈഡർ. അപ്പോൾ നമ്മൾ ഒരേ തരത്തിൽ സാഹിത്യ വായന എന്ന് പറയുമ്പോൾ നമ്മൾ നാളിതുവരെ ആർജിച്ച ചരിത്രപരവും നരവംശാസ്ത്രപരവും സാമൂഹ്യ ശാസ്ത്രപരവും ദൈവശാസ്ത്രപരവുമായിട്ട് നമ്മൾ ആർജിച്ച പരിമിതമായ അറിവ്, കണ്ടമാന അറിവ് എന്നല്ല, പക്ഷെ ആ അറിവിന്റെ പശ്ചാത്തലത്തിൽ ഈ സാഹിത്യ സങ്കല്പങ്ങളെ വീണ്ടും നമ്മൾ പൊളിച്ചെഴുതി വായിക്കണം, പുനർവായിക്കണം. പരശുരാമൻ സൃഷ്ടിച്ച കേരളം എല്ലാവരും പറയണു, നമ്മളും പറയണു. ക്ലാസ്സിൽ ചോദിക്കണം ആരെ കേരളം സൃഷ്ടിച്ച പരശുരാമൻ, കുട്ടികൾക്ക് അങ്ങനെ. പക്ഷെ അത് മഴു പറഞ്ഞപ്പോൾ കേരളം രൂപപ്പെട്ടു. നമ്മളൊരു പണ്ടൊരു സുനാമി ഉണ്ടായിരുന്നിരിക്കാം, നമ്മളിപ്പോൾ ഇതിനെ ശാസ്ത്രീയമായിട്ട് തന്നെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു സുനാമി ഉണ്ടാവാം, കടൽ പുറകോട്ട് പോയി ഉണ്ടാവാം. അപ്പോൾ ആ ഒരു ഇഫക്റ്റിനെ പരശുരാമൻ ഇഫക്റ്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ പിന്നിലൊരു കഥ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. കഥകളാണല്ലോ ഭരിക്കണത്. ഇരിക്കട്ടെ എനിക്ക് അപകടമുണ്ട്, എന്നാലും ഇരിക്കട്ടെ. പക്ഷെ അതിന് ശേഷം ആ കഥ തുടരുമ്പോൾ നമുക്ക് ആലോചിക്കാം ആരെ കഥ ഉണ്ടാക്കിയെന്ന്. കാരണം ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട കേരളത്തെ പരശുരാമൻ 10-12 ബ്രാഹ്മണ കുടുംബങ്ങൾക്കായിട്ട് വീതം വെച്ച് കൊടുത്തു എന്നാണ്. പിന്നെ അവരുടെ ഔദാര്യത്തിന് മറ്റുള്ളവരൊക്കെ ഇവിടെ ജീവിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ ഇനി ഒരു മിച്ചഭൂമി സമരമോ 10 സെൻറ്റ് സമരമോ, ഞങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് കുറച്ച് ഭൂമി വേണമെന്നുകൊണ്ട് സമരം ചെയ്യാനോ നമുക്കുള്ള അവസരമാണ് നിശ്ചയിക്കണത്. നമ്മൾ അങ്ങനെ സമരം ചെയ്താൽ സത്യത്തിൽ നമ്മൾ സമരം ചെയ്യുന്നത് പരശുരാമനോടാ, വിഷ്ണുവിനോടാ,
ദൈവകോപം ഉണ്ടാവും. അപ്പോൾ ഒരു കഥ ഉണ്ടാക്കുമ്പോൾ ആരാണോ ആ കഥ ഉണ്ടാക്കുന്നത് അവരുടെ ഉദ്ദേശം എന്താണ്, അവർക്ക് അവരുടെ ജന്മിത്വം ഈ ഭൂമി കൈക്കലാക്കിയിട്ട് അത് മറ്റാർക്കും കൊടുക്കാതെ മറ്റുള്ളവരൊക്കെ അടിമകളാക്കി വെക്കാനുള്ള തന്ത്രങ്ങൾ ഓരോ കഥയുടെ പിന്നിലുണ്ടോ എന്ന് നമ്മൾ പുനഃപരിശോധിക്കണം. അത് ഒക്കെ എല്ലാം വിശുദ്ധ കഥകൾ എന്ന നിലയ്ക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങല്ല വേണ്ടത്. അപ്പോൾ നമ്മൾ കഥ പറയുമ്പോഴും കഥ വായിക്കുമ്പോഴും നമ്മൾ പുതിയ പാഠങ്ങൾ നമ്മൾ നാളിതുവരെ ആർജിച്ച നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക അറിവുകൾ വെച്ച് പുനഃപരിശോധിച്ചുകൊണ്ട് വേണം വായിക്കാൻ. ആ സത്യത്തിൽ എനിക്ക് ഈ ആശയവും ഒക്കെ കിട്ടിയിട്ടുള്ളത് കോവിലനുമായിട്ടുള്ള സംഭാഷണങ്ങളിൽ നിന്ന്. ഇപ്പം മാഷ് ഒരുപാട് കാലം അധ്യാപകനായിരുന്നു, ഇപ്പൊ റിട്ടയർഡായി. ഈ ക്ലാസ് മുറികളിൽ ചില ഓർമ്മകൾ ഉണ്ടാവില്ലേ, നന്നായി വായിക്കുന്നവരും ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ കുറച്ചൊക്കെ വായിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന അങ്ങനത്തെ ചില അനുഭവങ്ങൾ ഉണ്ടായിണ്ടാവില്ലേ? അല്ല, കുട്ടികളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ വായിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രോജക്റ്റ് വെച്ച് കഴിഞ്ഞിട്ട് അവർ വായനയുടെ ലോകത്ത് പോയി കഴിഞ്ഞാൽ മാതാപിതാക്കള് നമ്മളെ ഫോൺ ചെയ്യേ, വീട്ടിൽ അല്ല സ്കൂളിൽ തന്നെ ആ മാഷ് കാരണം അവന് ഇപ്പൊ കഥപുസ്തകം ഇരുന്ന് വായിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ അനുഭവം. അപ്പൊ എന്ന് വെച്ചാൽ ഒരു വായിക്കേണ്ട പഠിക്കേണ്ട നേരം, പഠനം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നാണ്, ഇത് നേരം പോക്കിനുള്ള ഒന്ന്. പക്ഷെ ഈ നേരം പോക്ക് തന്നെ നമുക്ക് ആവശ്യമാണെന്ന് നമ്മൾ ഈ കൊറോണ കാലത്തൊക്കെ മനസ്സിലാക്കി. പല രൂപത്തിലും നേരം പോക്കും വേണം, മനസ്സിന് ആഹ്ലാദം വേണം. പക്ഷെ ഒരു കാലത്ത് ലോകം മുഴുവൻ, പ്രത്യേകിച്ച് കേരളം, അതിന്ന് വിമുഖത നേടി നമ്മൾ തെരഞ്ഞെടുത്ത ചില കുട്ടികൾ ഇവിടെ വായിക്കാൻ പറയും. പിന്നെ മൊത്തം ക്ലാസ് റൂമിൽ നൽകുന്ന ചില നമ്മൾ വായിച്ചിട്ടുള്ള വായനാനുഭവങ്ങളുണ്ടല്ലോ, അത് പങ്കുവെച്ചിട്ട് ഈ ലോകത്തേക്ക് അവരെ തന്നെ കൂട്ടിക്കൊണ്ടിരും. കുറച്ചു പേരൊക്കെ നന്നായി വായിച്ചവരുണ്ട്, പിന്നെ എല്ലാവരും അങ്ങനെ വായിച്ചു എന്നൊന്നും പറയാനും പറ്റില്ല. കാരണം ലോകത്തിന്റെ പോക്കിന്റെ ഒപ്പം കൊണ്ടുപോകാനല്ലേ പറ്റുള്ളൂ. എന്നാലും പത്രം വായിക്കാനെങ്കിലും പറയും നമ്മള്. അതിനുള്ള ചില പ്രോജക്റ്റുകളൊക്കെ നടത്താറുണ്ട്. പത്രം വായിച്ചാലും നമുക്ക് ലോകപരിചയം കുറെ കിട്ടും. വേറെ നോവലുകൾക്കും സിനിമകൾക്കുള്ള ത്രെഡുകൾ ഓരോ ദിവസം പത്രത്തിലുണ്ടാവും, ഓരോ വാർത്തകളിലുണ്ടാവും. അങ്ങനെയുള്ള അനുഭവം ഉണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു ചോദ്യമാണ്, മാഷ് ഇത്രയും വായിക്കുന്ന ആളായിട്ട് എന്തുകൊണ്ട് എഴുതുന്നില്ല എന്നുള്ള. അത് എഴുതാൻ മാത്രം ആയിട്ടില്ല എന്നൊരു തോന്നല അതുണ്ടാവുന്നത്. ഒന്ന് നമ്മുടെ സ്വാന്ത ദുഃഖങ്ങള് നമ്മൾ അങ്ങനെ കാറ്റത്ത് വെക്കണോ എന്ന് തോന്നും ചിലപ്പോ. പിന്നെ മറ്റു പലരുടെ അനുഭവം പോലെ നമുക്ക് എഴുതണം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോവിലൻ തന്നെ അവിടെയും 100 വാക്ക് എഴുതിയിട്ട് 99 വാക്കും വെട്ടിക്കളഞ്ഞിട്ട് ഒരൊറ്റ വാക്ക് നിലനിൽക്കുമെങ്കിൽ അതിനെ മാത്രം നിലനിർത്തിയാൽ മതി, അതാണ് എഴുത്ത് എന്നൊക്കെ പറഞ്ഞ ചില വരികളുണ്ടല്ലോ. അത് നമ്മളതിനെ വല്ലാതെ എഴുതാനുള്ള ധൈര്യത്തെ കളഞ്ഞു, വെട്ടിക്കളയാനേ തോന്നുന്നുള്ളൂ വാക്കുകളെ. എന്നാലും എഴുതണം എന്നുണ്ട്. ഞാനിപ്പോ കോവിലിന്റെ കൃതികളിൽ തന്നെ ഗവേഷണം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആഖ്യാന രീതി, ആഖ്യാന വിശകലനം, അത് റൊളാങ് ബാർത്തിന്റെ സങ്കല്പങ്ങൾ വെച്ചിട്ട് വായന നടത്തുകയാണ്. വൈകാതെ ഒരു പുസ്തകം എഴുതണമെന്നുണ്ട്. അത് അത്തരം ഒരു നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു വായനയുടെ ഉൽപ്പന്നം എന്നുള്ള നിലയ്ക്ക് പുതിയൊരു പാഠം. മാഷ് ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പുസ്തകങ്ങളെ പറ്റി? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സോമൻ കടലോരന്റെ പുള്ളിയൻ വായിച്ചു. പിന്നെ ഇനിയിപ്പോ ഞാന് പട്ടുനൂൽ പുഴു എസ് ഹരീഷ് പുസ്തകം. അപ്പോ മാഷ് ഇത്രയും നേരം സന്തോഷം ഷെയർ ചെയ്തതിനും വലിയൊരു ഇനിയും കണ്ടുമുട്ടേണ്ടി വരും. മാഷെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, എന്താ പറയാ, ആരാധകർ എന്താണ്ടെന്ന് അറിയാം. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.